അടുക്കളയിൽ തീരെ വെളിച്ചില്ല കേട്ടോ. അപ്പൊ ഞാൻ ആദർശേട്ടൻ എന്തായാലും ആ ബൾബ് അങ്ങോട്ട് മാറ്റാന്ന് വിചാരിച്ചു. വീട്ടിൽ കുറെ ടെസ്റ്റ് റോൾ ഉണ്ട്, പക്ഷെ എവിടെ നോക്കിയിട്ടും സംഭവം അങ്ങോട്ട് കാണാനില്ല. അങ്ങനെ അത് വാങ്ങിക്കാൻ വേണ്ടി ചെറുപ്പേക്ക് ഇറങ്ങിയപ്പോഴാണ് ആദർശേട്ടൻ മുടി വെട്ടണം എന്ന് പറഞ്ഞ്. കുറെ നാളായിട്ട് നമ്മളെല്ലാവരും പറയുന്നതാണ് മുടി വെട്ട് ഇതുവരെ വെട്ടാൻ കൂട്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല ചേട്ടാ. പക്ഷെ ഇപ്പൊ എന്താണെന്ന് അറിയില്ല, പെട്ടെന്ന് മുടി വെട്ടണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് കയറിട്ടോ. മുടിയും താടിയൊക്കെ വെട്ടിയാൽ തന്നെ ഒരു 5 വയസ്സ് കുറഞ്ഞ പോലെ ആദർശേട്ടന് തോന്നിട്ടോ. നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. പക്ഷെ പറഞ്ഞാൽ കേൾക്കില്ല കേട്ടോ. അങ്ങനെ ആദർശേട്ടന്റെ ഹെയർ കട്ട് അവിടെ നടക്കുന്നുണ്ട്. ഞാൻ കുറച്ച് വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്യാൻ വേണ്ടി അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഞാൻ നോക്കിയപ്പോഴാണ് ഈ ഒരു കാഴ്ച കണ്ടത് കേട്ടോ. ആദർശേട്ടൻ താടി ഇത്ര കയറ്റി വെട്ടാറുണ്ട്, ഇടയ്ക്ക് മാത്രമേ വെട്ടാറുള്ളൂ, പക്ഷെ ഇത്രയ്ക്കാണ് കയറ്റാറില്ല കേട്ടോ. അങ്ങനെ ഇത് ഞാൻ വിചാരിച്ചു ആദർശേട്ടൻ ഇരുന്ന് ഉറങ്ങി, എന്താണ് ഇവിടെ നടന്നതെന്നുള്ളൊരു അങ്കലാപ്പാടുന്നിട്ട് എനിക്കുണ്ടായിരുന്നു. കാരണം ഇങ്ങനെ വെട്ടാറില്ല ആദർശേട്ടൻ. അപ്പൊ എനിക്ക് തോന്നി എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റിയതാണെന്ന്. ആദർശേട്ടനെ തല മസാജ് ചെയ്യണത് പൊതുവേ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ ഹെയർ കട്ട് ചെയ്യുന്ന ആള് തല ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്തപ്പോൾ ആദർശേട്ടൻ ഒന്നും പറയാൻ പറ്റില്ല എന്ന്. ഇത് കണ്ടോ, തലയുടെ ബാക്ക് വശമൊക്കെ ഫുള്ള് മൊട്ടടിച്ച പോലെ ഉണ്ടായിരുന്നു. ആദർശേട്ടന്റെ ഏറെ കുറെ കാര്യങ്ങളും ഇങ്ങനെയാണ് കേട്ടോ. ഒന്നല്ലെങ്കിൽ ആശാന്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്ത്. അങ്ങനെ ഹെയർ കട്ടൊക്കെ കഴിഞ്ഞു നമ്മൾ നേരെ നമുക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങിക്കാൻ പോവാണ്. ടെസ്റ്റർ, വയറ, പ്ലാസ്റ്റിക്കിന്റെ എന്തോ സംഭവം, അങ്ങനെ കുറച്ച് ഐറ്റംസ് വാങ്ങിക്കാണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ബേക്കറി കണ്ടപ്പോൾ ബേക്കറിയിൽ നിന്ന് കുറച്ച് ഐറ്റംസ് വാങ്ങിച്ചു. പിന്നെ ഇതേ മറ്റേ ഇലക്ട്രോണിക്സിന്റെ കടയിൽ കയറി ഇവിടുന്ന് വേണ്ട സംഭവങ്ങളൊക്കെ വാങ്ങിച്ച് നമ്മൾ നേരെ വീട്ടിലെത്തിയപ്പോൾ ആദർശേട്ടൻ പറഞ്ഞു എനിക്ക് വെച്ചിട്ടുണ്ട്, നീ എന്തെങ്കിലും വേഗം ഉണ്ടാക്കി തായോ. കാറിൽ ഡീസൽ അടിക്കാണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ആദർശേട്ടൻ എന്റെ വീട്ടിലാക്കിയിട്ട് ആദർശേട്ടൻ കാർ എടുത്തിട്ട് പോയിട്ടോ. നമ്മൾ ആടിന്റെ ബോട്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആദർശേട്ടൻ പറഞ്ഞു നീ എങ്ങനെയെങ്കിലും ഒന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കി തായോ. ഞാൻ സംഭവം ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. എന്നാലും ഞാൻ ഇത് തട്ടിക്കൂട്ടി എങ്ങനെയൊക്കെ ഒപ്പിച്ചു വിട്ടു. അപ്പൊ ആദർശേട്ടൻ പിന്നെ വന്നു ലൈറ്റിന്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കായിരുന്നു. എനിക്കിത് 2 ഡ്യൂട്ടി ആയിരുന്നു കേട്ടോ. കറിക്കുള്ള സംഭവങ്ങൾ സെറ്റ് ആക്കണം, പിന്നെ ഇതേ ആദർശേട്ടൻ അവിടെ ലൈറ്റിന്റെ സംഭവങ്ങൾ ഫിറ്റ് ചെയ്യുമ്പോഴേ ഈ ട്രൈപോഡിൽ ഫോണിൽ ഫ്ലാഷ് കത്തിച്ചിട്ട് ഞാൻ അങ്ങനെ പൊക്കി പിടിച്ചു കൊടുക്കായിരുന്നു കേട്ടോ. അങ്ങനെ 2 ജോലി ഞാൻ മാറി ചെയ്തോണ്ടിരിക്കാണ് കേട്ടോ. അങ്ങനെ കുറച്ച് ടൈം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഈ സംഭവം സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട്. ഇതിന്റെ ഇടയിൽ കറണ്ട് പോവുക, അങ്ങനെ മൊത്തത്തിൽ നമുക്കൊന്ന് ഭ്രാന്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് ലൈറ്റ് ഒക്കെ നല്ല വെളിച്ചത്തിൽ തന്നെ വന്നു കേട്ടോ. പിന്നെയും നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ ലൈറ്റിന്റെ ഒരു പ്രശ്നം വരില്ല, അങ്ങനെ നല്ല ലൈറ്റ് ഉണ്ട് കേട്ടോ. പിന്നെ ഇതേ അപ്പോഴേക്കും കറിയും ഏറെക്കുറെയൊക്കെ സെറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ബോട്ടി വയ്ക്കുന്നത്. പിന്നെ ഇതേ കറണ്ട് പോവാ വരിക അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. അപ്പൊ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നപ്പോൾ കറണ്ട് ഇല്ല. പിന്നെ നമ്മുടെ ഈ ബൾബ്, കറണ്ട് പോയ കത്തണ ബൾബ് ഉണ്ടല്ലോ, അതൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ഫുഡ് കഴിച്ചത്. പിന്നെ കുറെ പാത്രങ്ങളൊക്കെ കഴുകാണ്ടായിരുന്നു. അങ്ങനെ അടുക്കളൊക്കെ ഒതുക്കി. പിന്നെ അടിച്ചു വരിയിട്ട് രാത്രിയാകുമ്പോൾ പുറത്ത് കളയരുത് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. അപ്പൊ അതൊരു കൂട്ടി വെച്ചുവിടാം. അങ്ങനെ അടുക്കള ഏറെക്കുറെയൊക്കെ സെറ്റ് ആക്കിയിട്ടോ. അങ്ങനെ കാണുമ്പോൾ തന്നെ ഒരു സമാധാനമാണ്. രാവിലെ എനിക്ക് വരുമ്പോൾ ഞങ്ങൾ അടുക്കളയിൽ പാത്രങ്ങൾ പരത്തിയിടതൊന്നും എനിക്ക് തീരെ ഇഷ്ടമല്ല കേട്ടോ. അപ്പൊ രാത്രി തന്നെ നമ്മളെല്ലാം കഴുകി സെറ്റാക്കി തുടച്ച് വെച്ചെങ്കിൽ നല്ല ഒരു വൃത്തിയല്ലേ. പിന്നെ നമ്മുടെ ചെറിയ കിച്ചണും ഞാൻ ഏറെക്കുറെയൊക്കെ തുടച്ച് എല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ ഈ ചെറിയ കിച്ചണിലും കൂടിയും കുറച്ചും കൂടി ലൈറ്റിന്റെ വർക്ക് സെറ്റ് ചെയ്യണമെന്ന് ഞാനും ആദർശേട്ടനും ഇങ്ങനെ പ്ലാൻ ആക്കുന്നുണ്ട്. വേഗം തന്നെ സെറ്റ് ചെയ്യണം. ഡൈനിങ് ഏരിയയിലത്തെ കർട്ടനൊക്കെ മാറ്റി ലൈറ്റ് ഇട്ടപ്പോൾ തന്നെ കുറച്ചും കൂടി ഭംഗിയായിട്ടോ. അപ്പൊ ഇതിന്റെയൊക്കെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ അവിടെ ടാഗ് ചെയ്ത് കൊടുക്കാം, ലൈറ്റിന്റെയും കർട്ടന്റെ കേട്ടോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.